പനൊക്കെ നിന്നും തോന്നും. അത് അങ്ങോട്ടാണ് പോയത്. കിട്ടോ നമ്മൾ എസ് പോലെയൊക്കെ ഇറങ്ങുന്നു എനിക്ക് തോന്നുന്നു. ഗെയ്സ്, നമ്മൾ ദിശ അറിയാത്ത കാട്ടിപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വിശാലൊരു സ്ഥലമുണ്ട്. എവിടെയെങ്ങനെ നമുക്കറിയത്തില്ല. നമ്മൾ മൃഗങ്ങൾ പോകുന്ന വഴിയാണ് വരുന്നത്. ഇപ്പോൾ പിന്നെ വലിയ മരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് പുളി തെളിഞ്ഞ് നടക്കുന്നത്. നമുക്ക് വെള്ളം ഇവിടുന്നുണ്ടോ അടുത്ത് കാണാം. വെള്ളം എത്താറായെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം. ആകെ നമ്മളിൽ ആയുധൊഴിക്കുന്ന കമ്പ് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വന്നാൽ ഓടി വരും മരത്തിൽ കയറുക, അത് മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നോർമലി ഇപ്പോൾ തെളിഞ്ഞ് നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. കാണാൻ ചാൻസ് കാണില്ല. എല്ലാം പള്ളക്കാടിനകത്തോടൊക്കെ കയറിയിരിക്കത്തുള്ളതായിരിക്കും. നമുക്ക് നോക്കാം. മരമൊക്കെ നോക്കിയാൽ വലിയ ആചാനുബാഹുവായ മരങ്ങളൊക്കെ നിൽക്കുന്നത്. ഗെയ്സ്, നമ്മളെത്തി. അങ്ങനെ അവസാനം എത്തി. പക്ഷേ ഭയങ്കര വെള്ളമാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം ഇടുക്കി ഡാമിൻ്റെ വാട്ടർ ലെവലിൻ്റെ ഒപ്പം വെള്ളം കിടക്കുകയാണ്. തോന്നേണ്ട സാഹചര്യമായി. അതുകൊണ്ടാണ്. ഇതുണ്ടോ നിങ്ങൾക്ക് കാണാം. താഴോട്ട് മരം ഉള്ളതാണ്. പക്ഷേ ആ മരത്തിൻ്റെ മുകളിൽ കൂടെയാണ് വെള്ളം കിടക്കുന്നത്. ഉണ്ടോ? നമുക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങി നോക്കാം. അതിന് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെത്തി ഗെയ്സ്, നമ്മളെത്തി. നമുക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ ഗെയ്സ്, ഇതുവഴി മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്ന വഴിയാണ്. ഇല്ല. ജസ്റ്റ് ഒന്ന് വ്യൂ കാണാൻ. ഗെയ്സ്, എങ്ങനെയുണ്ട് ഗെയ്സ്? പൊളിച്ചില്ലേ? അയ്യോ, ഞാൻ പെട്ടെന്ന് ഓർത്തു ആന നടക്കുന്നതിന്. പാറയായിരുന്നു. ഇതുണ്ട്. ഇത്രേ ഫാം പുല്ലാന്ന് തോന്നുന്നു അല്ലേ? ഇവിടം വരെ തിട്ടയുണ്ട്. ഇപ്പൊ നമ്മളിത് വെള്ളം കിടക്കുന്നോണ്ടാണ്. അതല്ലെങ്കിൽ കുറെ കഴിഞ്ഞ് വേനലായി കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ സൈഡ് ഇങ്ങനെ ഒരുമാതിരി ആറ്റുതീരം പോലെ ഫുള്ള് മണലും കല്ലും ഒക്കെ ഇട്ട് കിടക്കും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് ഫുള്ള് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല, റിസ്ക്കാണ്. കാരണം ഇവിടെയൊക്കെ ഒത്തിരി പേര് വന്ന് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സമയത്ത് നമ്മൾ അങ്ങനെ വന്നിട്ട്, അതായത് വെള്ളം കുറേ സമയത്ത് അങ്ങനെ വന്നിട്ട് നമുക്ക് സൈഡിൽ കൂടെ പോയി ഇതിനെ കാഴ്ച കാണാം. ഇപ്പോൾ നമ്മൾ ശരിക്കും ടണൽ നോക്കിയാൽ നമുക്ക് ടണൽ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ പോകാൻ പറ്റില്ല. ഇതെനിക്ക് തോന്നുന്നു മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്ന വഴിയാണിത്. അങ്ങനെയാണ്. ഇതുണ്ടോ അങ്ങോട്ട് വഴി കിടപ്പുണ്ട്. അങ്ങനെ മൃഗങ്ങൾ വരുന്ന വഴിയാണ്. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ഇറങ്ങി വരാൻ പറ്റിയത്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചങ്ങനെ കയറിപ്പോൾ നടത്തില്ല. ഏതൊക്കെയോ വഴിക്കാണ് ഇറങ്ങി വന്നത്. വെള്ളത്തിൻ്റെ തിര കിടന്നടിക്കുന്നതാണ്. കണ്ടോ, ആ ഒരു ഡയറക്ഷനാണ് നമ്മുടെ ഡാം വരുന്നത്. പെരിയാറ് വരുന്നത് അവിടെ നിന്നാണ് വരുന്നത്. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇവിടുന്ന് ഒരു 8-10 കിലോമീറ്റർ കാണുമായിരിക്കും അങ്ങോട്ട്, കെട്ടിൻ്റെ അങ്ങോട്ട്. അതായത് ഈ ഡയറക്ഷനോട്ട് 2 കെട്ട്, ചെറുതോണിക്കെട്ട് അല്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഇങ്ങോട്ട് ഇടുക്കിക്കെട്ടല്ലേ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കിക്കെട്ടിൻ്റെ വെള്ളത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന മലയുടെ അപ്പുറത്താണ് ചെറുതോണിക്കെട്ട് വരുന്നത്. പിന്നെ ആ ഒരു ഡയറക്ഷനിൽ അങ്ങോട്ടാണ് നമ്മുടെ കുളമാവൻ്റെ കെട്ട് വരുന്നത്. അങ്ങനെ 3 കെട്ടാണ് നമ്മുടെ ഡാമിന് കിടക്കുന്നത്. ഇത് കണ്ടാൽ പറയും ഇതിനകത്ത് 2500 അടി വെള്ളം കിടപ്പുണ്ട് താഴോട്ട് അല്ലേ? പോയാൽ തീർന്നു. ഇവിടേക്ക് ഒത്തിരി ആൾക്കാർ വന്ന് അവിടുത്തെ വിട്ടിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്നില്ല. വീണ ആരും വരാൻ പോലും. ഇപ്പം ഇങ്ങോട്ട് ആരും ഇറങ്ങാൻ പോലും ഇല്ല. ആ ചേട്ടൻ പറഞ്ഞത് പണ്ടൊക്കെ ഒരു പശുവിനെ തീറ്റാനൊക്കെ വരുമായിരുന്നു പറഞ്ഞു. ഇപ്പം അങ്ങനെ അവർ വരുന്നൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ വഴിയൊക്കെ അടഞ്ഞു കിടക്കുന്നത്. എന്നോടാ മനുഷ്യനെ നാളിക്കൂടെ ഓട്ട. ഇവിടുന്ന് കുറച്ച് വ്യൂ ആണ് ആളാ. അല്ല, നമ്മൾ ശരിക്കും നിൽക്കുന്നതൊരു അകത്തോട്ട് കയറിയ സ്ഥലമാണ്. ഇതുണ്ട്. ഇപ്പോൾ ആ സൈഡ് നോക്കുമ്പം ഇവിടെ അതിനപ്പുറത്തോട്ടാണ് നേരെ ലെവലിൽ കിടക്കുന്നത്. ഒരു ഇത്രയും ഭാഗം അകത്തോട്ട് കയറിയാണ്. ഇവിടെ ഏതോ ഒരു ഭാഗത്താണ് നമ്മൾ ടണൽ വന്ന് എൻഡ് ചെയ്യുന്നത്. അതിപ്പം
നമുക്ക് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ഈ സൈഡിൽ പോയി നോക്കാൻ പറ്റുള്ളൂ എവിടെയായിട്ടാണെങ്കിലും എൻഡ് വരുന്നതെന്നുള്ളത്. നമ്മൾ അകത്ത് ആയതുകൊണ്ട് നമുക്ക് അധികം വ്യൂ കാണാത്ത. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ഡാമിനെ കെട്ടും ഇതെല്ലാം കാണാൻ പറ്റും. നമ്മൾ അകത്തോട്ട് ഹൈക്ക് പോയതുകൊണ്ട് നമുക്ക് 2 സൈഡ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. തന്നെ ഗെയ്സ് കാട്ടിലെ പുളിയാണ് നിൽക്കുന്നത്, കുടംപുളി. കായ ആയിട്ടില്ല, ചെറുതാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നോക്കാം ശരിക്ക് വ്യൂ കിട്ടുമെന്നുള്ളത്. നമ്മൾ ശരിക്കും രാവിലെ 10 മണിയായപ്പോൾ ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല. ആകെ നമുക്കുള്ളത് നമ്മൾ നെല്ലിക്കയുണ്ട്, പിന്നെ പേരക്കയുണ്ട്, പിന്നെ ഒരു ഇച്ചിരി വെള്ളമുണ്ട്, ഇത് മാത്രമേ ഉള്ളൂ. അതൊക്കെ കഴിച്ച് ഇരുന്ന് പതുക്കെ ഒരു 5 മിനിറ്റ് നമുക്ക് വിശ്രമിച്ചിട്ട് പോവാം. ഇതാണ് എന്തോ ഒരു ഇതാണ് വെള്ളം ഒഴിക്കുന്നൊരു അരുവിയുടെ ഇത് കിടക്കുന്നതാണ്. ഇപ്പോൾ വെള്ളമില്ല, അങ്ങനെ ഫുള്ളുണ്ട് കല്ലുകൾ. ശരിക്കും നല്ല കാട് സെറ്റപ്പ് കാട്ടിലായിരിക്കുന്നത്. പക്ഷേ വലിയ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് മുമ്പത്തെ പോലെ വലിയ പുല്ലില്ലല്ലോടാ. മരം പൊങ്ങി നിൽക്കുന്നത്, നമുക്ക് അടി ക്ലിയറാണ്, നമുക്ക് നടന്നു പോകാൻ സുഖമാണ്. പക്ഷെ മറ്റേ നമ്മൾ അപ്പുറത്തേന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടും പുല്ല് അടഞ്ഞു നിൽക്കുകയാണ്, നമുക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലൊക്കെ ഒത്തിരി പാമ്പൊക്കെ കാണും. പക്ഷെ ഇവിടെ നമുക്ക് കാണാവുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, റിസ്ക് ഇല്ലാതെ വരാം. നിങ്ങൾക്ക് കാണാനറിയത്തില്ല, ഇതിൻ്റെ മേളിക്കുണ്ട് കുഞ്ഞു മീൻ നടപ്പുണ്ട്. അതുപോലെ ആ വെള്ളത്തിൻ്റെ അടിയിലോട്ട് വലിയ മീനുണ്ട്. അതുണ്ടോ അവിടെ? ഉണ്ടോ? അവിടെയൊക്കെ ഇച്ചിരി വലിപ്പമുള്ള മീൻ പോകുന്നുണ്ടോ? നല്ല മീനുണ്ടല്ലോ. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും മീൻ. നല്ല കളർ മാറ്റമുണ്ട് ഇവിടെ. നമ്മൾ അവിടെ കണ്ട പോലെ അല്ല ഇവിടെ. ശരിക്കും എന്തോ ഒരു ഇങ്ങനെ അള്ളു പോലെ കയറിയിരിക്കുന്നത്. മഴ വേണ്ട ഭയങ്കരമായിട്ട് മണ്ണ്. എനിക്ക് തോന്നുന്നത് ഈ വെള്ളം വന്ന് ചാടി ഇവിടെ കുഴിഞ്ഞാന്ന് തോന്നുന്നു. ഇത്രയും മീൻ കാണണമെങ്കിൽ അല്ലേ? അപ്പൊ നല്ല മീൻ കാണുമല്ലോ ഇതിന്റെ അടിയിലോട്ട്. നല്ല രസമല്ലേ കാണാൻ നോക്കി. എന്തോ ഒരു കാട്ടുപഴമാണ്, നമുക്ക് എന്താ സംഭവം എന്നറിയത്തില്ല. ഈ ഒരുമാതിരി ആത്തക്ക പോലത്തെ എന്തോ ഒരു സംഭവമാണ്. മേട്ടൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. സംഭവത്തില്ല, കടിച്ചു നോക്കി നീ. ഇതുണ്ട്, നമ്മുടെ ഈ ലെവല് വരെ വെള്ളം കയറിയിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഇത്ര ഇറങ്ങി, ഒരു ഒരടിക്ക് ഇറങ്ങി തോന്നല്ലേ? വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഭയങ്കര പട്ടുകൂറ്റ മരങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയത്തില്ല, നമ്മൾ കിട്ടിയ വഴി കിടക്കാൻ ചാടി ഇറങ്ങി പോകുന്നതാണ്. ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല വഴി എങ്ങോട്ടാണെന്നുള്ളത്. നമുക്ക് നോക്കാം. നേരെയും കയറാം, കിട്ടുന്ന വഴി കയറി പോകാല്ലേ. നേരെ മേളിലോട്ട് കയറിയാന്നില്ല. നമ്മൾ വഴി തപ്പിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ശരിക്കും കൊടുങ്കാടിപ്പെടുവോ? നമ്മൾ മറ്റേ ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന പോലെ രാത്രി വല്ല മരത്തേലും കയറി ടെൻ്റ് അടിക്കേണ്ട വരുമെന്ന് തോന്നുന്നു. ആ ഇല്ലിക്കൂട്ടം നോക്കിയാൽ മതി. നമ്മളെ കുറേ ഇല്ലിക്കൂട്ടം കണ്ടില്ലായിരുന്നു അല്ലേ? ഞാൻ വട്ടം നടന്നു നോക്കാം, അപ്പോൾ എവിടെയെങ്കിലും ആ ഒരു സ്പേസ് കാണുമായിരിക്കാം. ഏതാ അങ്ങോട്ടല്ലേ? നമ്മളുടെ ഒരു നോക്കാം. ഇല്ല, ഇത് നമ്മൾ മുമ്പത്തെ വെള്ളത്തിൻ്റെ ആ സൈഡിലോട്ട് തന്നെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ആ കിട്ടുന്ന വഴി കയറാം.
നമ്മളെന്തായാലും അപ്പുറത്തൂടെ അല്ലല്ലോ വന്നേ, ഇതിന് പുറകെ കൂടെ വന്നല്ലേ. ഇത് തന്നെ കേസ് കാട്ടിലെ കുരുമുളകാണ്. ഷേപ്പ് അതിൻ്റെ ഇത് കണ്ടോ, അറ്റം കൂർത്തിരിക്കും. ഏകദേശം ഒരു മരത്തുള്ളിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഇരിക്കുന്നത്. നമ്മളൊക്കെ നാട്ടിൽ ഉരുണ്ടായിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നീളം കണ്ടോ, നമ്മളെ ഒരു കൈയുടെ, അതായത് പന്നിയൂറിനൊക്കെ വലുതാണെന്നല്ല ഇത്. ഇതുണ്ട്, ഇതിൻ്റെ നീട്ടം കണ്ടോടാ. ഇത് കണ്ട കേസ് ഒരു കൈപ്പത്തിയൊന്നുമല്ല, അത് കഴിഞ്ഞ് മിച്ചമുണ്ട്. ഇത്രയും നീട്ടമുണ്ട്. വെറൈറ്റി കുരുമുളകാണ് കണ്ടോ. ഇതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുവാടാ ഉണ്ടായിട്ട്. പിന്നെ ചാര ഇതുണ്ട് തെര. എന്തായാലും നമുക്കൊരു വള്ളി കൊണ്ട് പിടിപ്പിച്ച് നോക്കാം. ഇതുണ്ടോ, ഇതിനൊക്കെ നീട്ടം കണ്ടോടാ. ഗെയ്സ് നിങ്ങളിത് കാണും ഗെയ്സ്, ഇത്രയും നീളമുള്ള കുരുമുളക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ വളർത്തുന്ന ഒരു കുരുമുളകൊട്ടൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഇതുണ്ടോ, ഇതിൻ്റെ തുടക്കഭാഗം കണ്ടോ, ഇതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും അടിഭാഗത്തെ കുരുമുളകാണ് മൂത്തത്. മേലോട്ട് വരുമ്പോൾ ഇത് മൂപ്പ് കുറഞ്ഞതാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ സമയത്തൊക്കെ ഏകദേശം ഒരു മൂപ്പായതാണ് കുരുമുളകിന്. ഇപ്പോൾ ഇവിടെ ഇപ്പോഴാണേലും പിന്നെ തുടക്കഭാഗം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്തായാലും നല്ല കുരുമുളകാണല്ലോ, നല്ല നീട്ടമുണ്ട്. ഗെയ്സ് നമ്മൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടോ കുറച്ച് കയറി, പക്ഷേ ഭയങ്കര ഇതാണ്, വഴിയില്ല. നമ്മൾ ഇതൊരു ഭയങ്കര ഒരു കുത്തായ ഒരു ചെരുവ് കണ്ട, ഇതൊരു പാറയുടെ അതിൻ്റെ കീഴോട്ട ചെല്ലുന്നെന്ന് തോന്നുന്നു. ഞാൻ നമുക്ക് ഹെവി റിസ്ക് ആയിരിക്കും. അതേടാ, ആ പാറയുടെ കീഴോട്ടാ നമ്മൾ ഇരുന്നത്. ഇതുണ്ടോ, അപ്പോൾ നമുക്ക് വലത്തോട്ട് കയറി പോകണം. വലത്തോട്ട് പോകണമെങ്കിൽ വഴി കയറിച്ചില്ലാവോ? അയാളത്തോട്ട് പിടിച്ചു. എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മൾ ആ വന്ന മരം വീണിടന്ന് നീ ഓർക്കുന്നുണ്ടോ? ആ വലിയ മരം വീണേ, അതിൻ്റെ ഇപ്പുറ സൈഡ് കുഴപ്പമില്ലാത്ത പോകാവോ അത് വഴി? ആ വഴിയും കയറി. വേണ്ട കേസ്, ചെറിയൊരു മരം ഒടിഞ്ഞതാ, കേടായിട്ടെന്ന് തോന്നുന്നു. ഓ കേട് പിടിച്ചൊടിഞ്ഞാടാ, അകം പൊള്ളയായി ഒടിഞ്ഞതാ. ഞാനുണ്ടോ ചെറിയൊരു മരം, 200 ഇഞ്ചാണ് എൻ്റെ ചോട്. ഓ മരം എല്ലാം ഒടിച്ചിട്ടുണ്ട്. എന്നൊരു കണക്കുള്ള വിഷയം, നമ്മൾ വലിയ കൊക്കയെന്ന് പറഞ്ഞില്ലേ, ആ പാറ ആയിരിക്കണം ഇത് ചിലപ്പം. അതല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. അല്ല പിന്നെ അങ്ങനെയാണോ ഉള്ളത്? അല്ല പിന്നെ അങ്ങനെ കാരണം അതുകൊണ്ട് അവിടെ ഇച്ചിരി തെളിഞ്ഞ് നോക്കാം. പക്ഷെ അവിടെ ഒരു വലിയൊരു പാറയുണ്ട്, മേലോട്ട് കയറാൻ പാടായിരിക്കും. മരം കാണുന്നില്ല. ഇപ്പം നോക്കാം. നമ്മൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. ഇതുണ്ടോ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വലിയൊരു പാറയാണ്, കുത്തനുള്ള പാറയാണ്. നമ്മൾ ശരിക്കും ഇതുവരെ വഴി കണ്ടു കിട്ടിയിട്ടില്ല. അപ്പം നമ്മളൊരു ഉദ്ദേശം വെച്ചാണെങ്കിൽ ഈ കാണുന്ന ഈ ഓളിക്ക് അപ്പുറത്തായിരിക്കണം നമ്മൾ വന്ന വഴി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ പെടും. ശരിക്കും നല്ല കാട്ടിലേക്ക് കയറി ചെല്ലുന്നത്. കാരണം അവിടെ മാത്രമാണ് വലിയ മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് കയറിപ്പോൾ എളുപ്പമാണ്. പക്ഷേ ഇവിടെ ഇതുണ്ട്, ഭയങ്കര കുറ്റിക്കാടും ഉണ്ട്. അപ്പോൾ നമുക്ക് വഴി കയറിപ്പോൾ വലിയ പാടാണ്. എന്തായാലും നമുക്ക് നോക്കാം. സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പതുക്കെ സന്ധ്യയാവും, ചിലപ്പോൾ പെടും, പറയാൻ പറ്റുമല്ല. നമ്മളെ വെള്ളം തീർന്നു, കാട്ടിലും പെട്ടു. ഇനിയിപ്പോൾ ചെറിയൊരു ഉറവ് കണ്ട, അപ്പോൾ ഇച്ചിരി
വെള്ളം എടുക്കാമെന്ന് ഓർത്തുകൊണ്ട്. നമ്മളങ്ങനെ ഏകദേശം മേളിലെത്തി കേട്ടോ. ഇനിയിപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല, കാരണം ചെറിയ വഴിയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ മേളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വഴിയിലെത്താൻ പറ്റുമായിരിക്കും. കാരണം വലിയ കാടം കഴിഞ്ഞ് നമ്മൾ നേരത്തെ കണ്ട പരിധിനെയും കാണുന്നുണ്ട്. നമ്മളങ്ങനെ അവസാനം എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടോ, വഴി എത്തിയിട്ടുണ്ട്. വേണ്ട, നമുക്കിനിയിപ്പോൾ കുറച്ചുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ സൺസെറ്റ് കാണാം, അടിപൊളിയായിരിക്കും. പക്ഷേ നമുക്കിനി നടക്കാനുണ്ട് കേട്ടോ. നമുക്കിനി 2 മണിയുടെ അപ്പുറത്തോടെ നടക്കാനുണ്ട്. അതായത് വഴി കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാട്ടിൽ നിന്ന് കയറി വഴി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നടക്കാനുണ്ട്. ഇനി ഒരു 2 കിലോമീറ്റർ ആണ് ആയിക്കോട്ടെ. 2 കിലോമീറ്റർ നമുക്ക് ഇനി അപ്പുറത്തെ മല നമ്മൾ എത്തണം. അതെന്തായാലും ഇനി കുഴപ്പമില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ക്യാമറയൊക്കെ ഓഫായിരിക്കും, ചാർജൊക്കെ തീർന്നു. നമുക്ക് നോക്കാം. ശരിക്കും അഡ്വഞ്ചറസ് എന്ന് പറയുന്ന ഈ ട്രക്കിംഗ് ആണ്. കാണാം, ഈ കാട്ടിക്കൂടെയൊക്കെയാണ് പോയത്. അവിടെ പോയിട്ട് കയറി വന്ന നമ്മളങ്ങനെ അവസാനം തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിസോർട്ടാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിപ്പോയത് ആ മലയിൽ നിന്നാണ്. ഇവിടുന്ന് നമ്മൾ ആ മലയുടെ ഈ ഒരു സ്ഥലം വരെ നമ്മൾ പോയിട്ടുണ്ട്. അവിടം വരെ ഏകദേശം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ അവിടുന്ന് താഴെ വെള്ളത്തിന് അങ്ങോട്ട് പോയത് അവിടുന്ന് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങിയാണ് നമ്മൾ പോയേക്കുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്. തിരിച്ച് നമ്മൾ കയറിയപ്പം നേരെ കയറി വന്നുകൊണ്ട് നമ്മൾ ഇച്ചിരി ഷോർട്ടായിട്ട് കയറി വന്നു. അതായത് നമ്മൾ അവിടുന്ന് ഇങ്ങനെ ചെരിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ നേരെ കയറി പോകുന്നത്, അത് വഴി തെറ്റുകൊണ്ട് നേരെ കയറി പോകുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം റിസോർട്ടിൻ്റെ ഒരു ഏകദേശം ഭാഗത്ത് നമ്മൾ കയറി വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ഏകദേശം മേലെത്തി. നമുക്കിനി ഒരു 5 മിനിറ്റ് കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തും. ഇതുണ്ട്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതും കൂടെ കാണാൻ വേണ്ടി ഇരുന്നതാണ്. കാരണം ഇവിടുന്ന് ഇത് കണ്ടോ, കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. ആ മേഘം കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും നല്ല റെഡ് കളർ ഇവിടെ നിന്ന് കാണാൻ പറ്റും. കാരണം നമ്മൾ ആ മേഘത്തിൻ്റെ താഴെ കണ്ട ചുമന്ന കളറിൽ കാണുന്നത്, അത് നമുക്ക് ഇച്ചിരിയും സെറ്റപ്പായിട്ട് കാണാൻ പറ്റും. അപ്പം മേഘം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തും. അത് കഴിഞ്ഞ് മാത്രമേ നമുക്കൊരു ഇതാവത്തുള്ളൂ. കാരണം നമ്മൾ ശരിക്കും മടുത്തു. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ശരിക്കും കഷ്ടപ്പെടുത്തിയ വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ ഫുൾ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ അങ്ങനെ അടിപൊളിയല്ലായിരുന്നോ? അടിപൊളി ഒരു അഡ്വഞ്ചറസ് ട്രക്കിംഗ് ആയിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കയറി വന്നപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല കയറി വരുമെന്ന്. ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഏതെങ്കിലും മരത്തിൻ്റെ മേളിൽ വല്ലതും ചെറിയ വല്ല ഏറുമാടമല്ല അടിച്ച് നിൽക്കേണ്ട ഒരു ഓർത്ത. കാരണം നമ്മൾ കയറി വന്നപ്പോൾ അതുപോലെ ഭയങ്കര കുത്തനെയുള്ള പാറ കണ്ട് നമ്മൾ കയറി ഒന്നും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഇത് അടുത്താണ് കാണുന്നത്. പക്ഷേ ഒരു എങ്ങനെ പോലും എനിക്ക് തോന്നുന്നൊരു 4-5 കിലോമീറ്റർ നമ്മൾ നേരെ ഇവിടുന്ന് വെള്ളത്തിനോട്ട് നടക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ പോയി, ഇപ്പം നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ പോയത്, നേരെ നമ്മൾ അങ്ങേ മലയിൽ പോയി അങ്ങേ നമ്മൾ ചെരിഞ്ഞിറങ്ങി, അന്നേരം ഇവിടെ നമ്മൾ നേരെ കയറി വന്നേക്കുന്നത്. ഏകദേശം ഒരു 15 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ശരിക്കും കാട്ടിക്കൂടെ തന്നെയാണ് ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചത്. ശരിക്കൊരു അഡ്വഞ്ചറസ് ട്രക്കിങ് തന്നെയായിരുന്നു. അതിലൊന്നും പറയാനില്ല. പിന്നെ എന്താ ഭാഗ്യം നമ്മൾ വേറെ വലിയ ആപത്തൊന്നും വന്നില്ല. മീൻസ് മൃഗങ്ങളെ ഒന്നും അങ്ങനെ കണ്ടൊന്നുമില്ല. അങ്ങനെ പ്രശ്നം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് അകലെയൊക്കെ സൗണ്ടൊക്കെ കേട്ടുമല്ല. നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പം എന്താ പറയുക, അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി ഇനിയും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ അതുവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്ലിൻസ് ടെക്.